ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു വീഡിയോ എന്നോട് റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെൽഫ് സ്റ്റിമുലേഷൻ യൂസ്ഫുൾ ആണോ, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവോ, ഇൻഫെക്ഷൻ കോഴ്സ് ഉണ്ടാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. കാരണം എനിക്ക് വീഡിയോ ഭയങ്കര ലേറ്റ് ആവുന്നുണ്ട്. ബിക്കോസ് വേറെ ഒന്നുമല്ല, എനിക്ക് കുറച്ച് ജോലി തിരക്ക് കാരണമാണ് എനിക്ക് വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ട്. കുറേ പേരുണ്ട് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യത്തിലുള്ള ആ ഒരു ഫോം ഞാനെല്ലാം ഗൂഗിളിലും ഇതിലൊക്കെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി ഞാൻ സെർച്ച് ചെയ്തു, കാര്യങ്ങളൊക്കെ നോക്കി. നമ്മളെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും സ്ത്രീകൾ സ്വയംഭോഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുമോ, നമ്മുടെ പീരീഡ്സിന് പ്രശ്നം ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ഒരുപാട്. അതുപോലെ ഗർഭിണികൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, കുട്ടിക്ക് ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ടുകളുണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാർക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്താണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചു. പണ്ടൊക്കെ നമ്മൾ പറയായിരിക്കും നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ എന്താ, നമ്മൾ സ്വയംഭോഗം ചെയ്തുകൊണ്ടാണ് നമുക്ക് പിമ്പിൾസ് കൂടുതലും മുഖത്ത് വരുന്നത് എന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മളൊരാൾ ഡൗൺ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയും, ഓക്കെ, നീ അത് ചെയ്തുകൊണ്ടാണ് നീ ഇത്ര ഡൗൺ ആയിട്ടിരിക്കുക എന്നൊക്കെ ഞാൻ പഠിക്കുന്ന നേരത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സോ അതൊന്നുമല്ല, അതൊക്കെ ഭയങ്കര തെറ്റിദ്ധാരണയാണ്. അത് എന്തുകൊണ്ടാണ് ആൾക്കാരിങ്ങനെ പറയുന്നതെന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ അതിനൊന്നും യാതൊരു ബന്ധവുമില്ല. പിന്നെ നമ്മൾ പറയും സ്വയംഭോഗം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോഡി വീക്കാവും എന്നുള്ളത്. പക്ഷെ ഒരിക്കലും നമ്മുടെ ബോഡി അവിടെ വീക്കാവില്ല ചെയ്യുന്നത്. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം നമ്മൾ ആ ഒരു സ്റ്റിമുലേഷൻ ചെയ്യുന്ന നേരത്ത് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ടൈമാണ്. സോ നമ്മൾ ആ ഒരു ഹാപ്പി എൻഡിങ്ങിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. സോ അപ്പോൾ അതിനെ നമ്മൾ ബോഡി വീക്കാവുക, നമ്മൾ തളർന്ന് പോവുക, അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഈ സ്വയംഭോഗം ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണെന്നാണ്, അതായത് എന്തൊക്കെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണെന്നൊക്കെയാണ് ചിലവരുടെ ഡൗട്ട് വന്നിരിക്കുന്നത്. കാരണം ഇപ്പം ചിലവരൊരു മൂഡ് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം ഇപ്പം ഹസ്ബൻഡ് നാട്ടിലില്ലാത്തവരായിരിക്കും കൂടുതൽ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ സ്ട്രെസ് റിലീഫ് ആക്കാനായിട്ട് ചിലവർ ചെയ്യുന്നുണ്ട്. ചിലവർക്ക് അതൊരു ജസ്റ്റ് ഹോബി പോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സ്ട്രെസ് റിലീഫ് ആക്കാനായിട്ട് ഇത് ചെയ്യുന്നവരുണ്ട്. ഈ ഒരു കാര്യം സ്വയംഭോഗം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ കുറേ അന്വേഷിച്ചപ്പോൾ, കുറേ നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ എല്ലാവരും ഇത് പല 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 സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. പിന്നെ അന്വേഷിച്ചപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 70% സ്ത്രീകളെങ്കിലും ഈ ഒരു സ്വയംഭോഗം ചെയ്യുന്ന ആൾക്കാരാണ്. ചിലവർക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലാത്ത സ്ത്രീകളുണ്ട്. പക്ഷെ ഒരു 70% സ്ത്രീകളും ഈ ഒരു സ്വയംഭോഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കാണ് ഈ പറഞ്ഞ പോലെ ലൈംഗികാസക്തി കൂടുതലായിട്ട് നമ്മൾ കേട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്വയംഭോഗം ചെയ്യാനും സ്ത്രീകളിൽ തന്നെയാണ് കൂടുതലും നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. കൂടുതലും സ്വയംഭോഗം ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിക്കുന്നത് സ്ത്രീകളിൽ തന്നെയാണ്. സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്സ് ഉണ്ട്. അതായത് എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ഉണ്ട്, ഇന്റേണൽ സ്റ്റിമുലേഷൻ ഉണ്ട്. അല്ല, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ വെച്ചാൽ മനസ്സിലാകും, നമ്മൾ പുറത്ത് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ, സ്കിന്നായിട്ട് ബേസ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്റേണൽ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ പല വൈബ്രേഷൻസ് യൂസ് ചെയ്യുക, പല ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുക, അങ്ങനെ വെജിറ്റബിൾസ് യൂസ് ചെയ്യുക, അങ്ങനെ പലതും യൂസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ സുഖം കിട്ടാനായിട്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ ഇന്റേണൽ സ്റ്റിമുലേഷൻ ചെയ്യുമ്പോൾ അത് നമുക്ക് അത്രയും നല്ലതല്ല. കാരണം ഇപ്പം വേറൊരാൾ യൂസ് ചെയ്താണെങ്കിലും വേറെ പല കാര്യങ്ങളാണെങ്കിലും നമ്മളത് ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് ചെയ്യുമ്പോൾ അത് ബാക്ടീരിയാസ് ആയിട്ട് പല പല ഇൻഫെക്ഷനായിട്ട് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ വേറൊരു സ്ത്രീ യൂസ് ചെയ്തിട്ടുള്ള വല്ല വൈബ്രേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. അത്രേ പറയാനുള്ളൂ. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ലല്ലോ ആ സ്ത്രീകൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണെങ്കിൽ വേറെ വല്ല പുരുഷന്മാരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ വേറെ ആരും യൂസ് ചെയ്തിട്ടുള്ള സാധനം നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ അവനവനായിട്ടൊരു സാധനം വാങ്ങിച്ചിട്ട് നമ്മളത് ചെയ്യാൻ നോക്കുക. അത് അത്രയും ക്ലീൻ ആൻഡ് പെർഫെക്റ്റോട് കൂടി ചെയ്താൽ യാതൊരു കുഴപ്പമില്ല. എന്നാലും കൂടുതലും നമ്മൾ എക്സ്റ്റേണലായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇൻറ്റേർണലായിട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ പലർക്കും പല സ്കിൻ ബേസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്.
സ്വയംഭോഗം ചെയ്യുന്നത് സ്ത്രീകളായാലും പുരുഷന്മാർക്കായാലും തെറ്റില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. അത് നമ്മൾ പങ്കാളികളില്ലെങ്കിൽ പോലും ആൾക്കാർ ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിലൂടെയാണ് ആൾക്കാർ സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പം ഇതൊരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. നമുക്കിത് വേണ്ട നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണിത്. ഇത് ചെയ്യുന്നോണ്ട് യാതൊരു തെറ്റുമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ വേറെ പല ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇതിനെ ബേസ് ചെയ്തിട്ട് വരുന്നില്ല. അപ്പം എല്ലാ മനുഷ്യന്മാരും ഇപ്പൊ ഈ നമ്മള് അന്വേഷിച്ചപ്പോഴും സെർച്ച് ചെയ്തപ്പോഴൊക്കെ കാണുന്നത് കൂടുതലും മനുഷ്യന്മാർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഈ ഒരു കാര്യം തന്നെയാണ്. സെൽഫ് സ്റ്റിമുലേഷൻ ചെയ്യാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഞാനത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പം നെക്സ്റ്റ് ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ബൈ.